കഴിഞ്ഞ ദിനം ക്രിക്കറ്റ് മൈതാനത്ത് വളരെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഋഷഭ് പന്ത് ഗ്രൗണ്ടിൽ സമ്മാനിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹവും അതുപോലെ സുനിൽ ഗവാസ്കർ അദ്ദേഹം സെഞ്ചുറി അടിച്ചപ്പോൾ, ഋഷഭ് പന്ത് സെഞ്ചുറി അടിച്ചപ്പോൾ അത് ഗാലറിയിൽ കമന്ററി ബോക്സിൽ നിന്നും ആഘോഷിച്ച സുനിൽ ഗവാസ്കറുടെ ആ ഒരു ജസ്റ്റർ കൂടിയാണ്. ആദ്യ ഇന്നിംഗ്സിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു കരണം മറിച്ചു ചാട്ടം നമുക്ക് കഴിഞ്ഞ IPL അവസാന മത്സരത്തിലും അദ്ദേഹം ഇതേപോലെ ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കരണം മറിഞ്ഞിട്ടുണ്ട്. അതേ ഒരു കരണം മറിയൽ രീതി അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി അടിച്ചതിന് ശേഷം അതേ ഒരു രീതി അദ്ദേഹം ആവർത്തിച്ചിരുന്നു. രണ്ടാം ഇന്നിംഗ്സിലും 99 നിന്നും ഒരു സിംഗിൾ എടുത്തുകൊണ്ട് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തുകയാണ്. അത് കണ്ടുകൊണ്ട് അദ്ദേഹം സെഞ്ചുറിയിൽ എത്തിയതിനു ശേഷം കമന്ററി ബോക്സിൽ ആ സമയത്ത് ക്യാമറ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് സുനിൽ ഗവാസ്കറുടെ മുഖത്താണ്. അതേ സുനിൽ ഗവാസ്കർ തന്നെയാണ് മുമ്പൊരിക്കൽ ഋഷഭ് പന്തിന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ സമയത്ത് ഋഷഭ് പന്ത് ഒരു ആക്രമണോത്സുകത കാണിച്ചപ്പോൾ ഔട്ടായപ്പോൾ ടീം ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കളിയുടെ ഗതിയെ മനസ്സിലാക്കാതെ, സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ആക്രമിച്ചു കളിച്ചു പുറത്തായ ഋഷഭ് പന്തിനെ വിമർശിച്ചുകൊണ്ട് കമന്ററി ബോക്സിൽ നിന്ന് ആ സമയത്ത് തന്നെ സ്റ്റുപ്പിഡ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ഒരു സുനിൽ ഗവാസ്കർ നമുക്കറിയാം. അപ്പോൾ അതേ സുനിൽ ഗവാസ്കർ ആദ്യ ഇന്നിംഗ്സിൽ ഋഷഭ് പന്ത് സെഞ്ചുറി അടിച്ചപ്പോൾ സൂപ്പർബ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്റെ അഭിപ്രായങ്ങളെ മാറ്റി എഴുതുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സുനിൽ ഗവാസ്കർ രണ്ടാമതും ഈ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഋഷഭ് പന്തിനെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് കരണം അറിയാമോ എന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ്. ഋഷഭ് പന്ത് ഇപ്പൊ വേണ്ട, അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ കാരണം പറഞ്ഞ് കാണിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ ഗവാസ്കറിന് തിരിച്ചും ആംഗ്യ ഭാഷയിൽ മറുപടി പറയുന്നു. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലെജൻഡറി ആയ സുനിൽ ഗവാസ്കറെ ഒരിക്കൽ കൂടി തിരുത്തിയിരിക്കുകയാണ്.